ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് കോടതി പറഞ്ഞതാണ്. രാഷ്ട്രീയ കൊലപാതകമാണ്. എന്താണ് ആ സെന്റൻസ് ഒന്ന് വായിച്ചത്? അല്ലേ ഇപ്പത്തെ ഈ വാചകമല്ല, 2 കോടതി വിധികൾ ഉണ്ടായിട്ടുള്ളൂ. വിചാരണ കോടതിയിൽ പങ്കാളിത്തം സംബന്ധിച്ച് ചർച്ച ചെയ്തു. രാഷ്ട്രീയ കൊലപാതകമാണ് എന്നതും ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പാർട്ടി നേതാക്കളാണ് എന്നതിൽ നിന്നും പിന്നെ ഏത് വാചകമാണ് CPM-ന് പങ്കില്ല എന്ന് ഏത് അർത്ഥത്തിലാണ് പറയുക? സ്മൃതി പറഞ്ഞ വാചകം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പാർട്ടി അറിഞ്ഞുകൊണ്ട് എന്ന് ഹൈക്കോടതി വിധി എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. പാർട്ടി അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയൂ. അങ്ങനെ ഒരു വാചകം അർത്ഥം എന്താണ്? നോക്കൂ, കോടതി കണ്ടെത്തിയത് രാഷ്ട്രീയ കൊലപാതകം ഇത്രയേ ഉള്ളൂ. ഹൈക്കോടതി പറയാണ് CPM അറിഞ്ഞുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കൊലപാതകം നടന്നതാണ് എന്നെങ്കിൽ ഞാനത് സമ്മതിക്കാം. അല്ല, കുമാരൻകുട്ടി അടക്കം ഇന്നലെ പറഞ്ഞു ഈ പറയുന്ന 1 മുതൽ 7 വരെയുള്ള പ്രതികള് അവര് വെറും സ്മൃതി ഞാൻ പറയുന്ന കേക്ക്. അതായത് ഈ 1 മുതൽ 7 വരെയുള്ള പ്രതികള് അവർക്ക് പോലും ഡിഫൻസ് കേസിൽ ഞങ്ങൾ CPM-കാരാണെന്ന വാദമില്ല. അവരെ വാടക കൊലയാളികളായി CPM-കാർ ഉപയോഗിച്ചു എന്നുള്ളതാണ് കേസ്. ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്. പ്രാദേശിക CPM-ന്റെ പ്രാദേശിക നേതാക്കൾ ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള കൊലപാതകമാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ആശ്വാസകരമാകുന്നത് ഈ വിധി ഏത് വാചകമാണ് ആശ്വാസകരം? പി മോഹനന്റെ കാര്യത്തിൽ എക്സോണറേറ്റ് ചെയ്തത്, അത് ശരിവെച്ചിരിക്കുന്നത് ആശ്വാസകരമാണ്. അക്കാര്യത്തിൽ സംശയമില്ല. കാര്യം പി മോഹനിലേക്ക് എത്തുമ്പോഴാണ് ജില്ലയിലേക്ക് എത്തുക, പിന്നീട് സംസ്ഥാന തലത്തിലേക്ക് എത്തുക. പക്ഷേ ഒരു പ്രശ്നമുണ്ട് നികേഷ് കുമാർ, ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, അത് സംശയമില്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ പിന്നെ വ്യക്തിപരമില്ല. അപ്പോൾ രാഷ്ട്രീയ കൊലപാതകത്തിൽ ഇതിന്റെ അഡ്വാൻറ്റേജ് ആർക്കാണ്? പാർട്ടിക്കാണ്, CPM-നാണ്. അപ്പോൾ CPM-ലെ പ്രാദേശിക നേതാക്കൾ അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊലപാതകം, അക്കാര്യത്തിൽ ആർക്കാ സംശയം? ഇല്ല. ആ കൊലപാതകത്തിൽ പ്രതികളായവർ ഉറുമിനെ പോലും നോവിക്കാത്തവരാണെന്ന് ഇന്നലെ കൂടി പറയുന്ന LDF കൺവീനർ. അങ്ങനെയാണെങ്കിൽ ഇരന്നു വാങ്ങിയ മരണോ എന്തേ സ്മൃതി പരുത്തിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ദോഷം കൊള്ളാത്തത്? അപ്പോ ഒരു 17 വയസ്സുകാരനെ പച്ച വെളിച്ചത്തില് കുത്തിക്കൊല്ലുമ്പോ അവിടെ ഒന്നും വികാരം വേണ്ട, രക്തം തുളക്കണ്ട. ചോദ്യം വടകരയിൽ പ്രതിഫലിക്കുമോ എന്നാണ് ചോദ്യം. താങ്കൾ പറഞ്ഞ കാര്യം ഇടുക്കിയിൽ പ്രതിഫലിക്കട്ടെ. അതെ, നിങ്ങളുടെയൊക്കെ വളരെ കൃത്യമായ ഒരു ജനാധിപത്യ ബോധമുണ്ടല്ലോ. ആ ജനാധിപത്യ ബോധത്തിൽ എനിക്ക് അതിശയമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ കളങ്കമുണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകമാണ്. എന്താ നമ്മുടെ ചോദ്യം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും ആർഗ്യുമെന്റ്. പക്ഷെ സ്മൃതി പരുത്തിക്കാട് ആർഗ്യുമെന്റ് ബലപ്പെടുത്താൻ വേണ്ടി പറയുന്നത് ഹൈക്കോടതി വിധിയിൽ ഇല്ലാത്തൊരു വാചകമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ കൊലപാതകമാണെന്ന് കോടതികൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം, ഇതിലെ പ്രതികൾ CPM-കാരാണ്, ഇതിൽ വാടക കൊലയാളികളെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വാടക കൊലയാളികൾക്ക് CPM-ന്റെ സർക്കാരും CPM-ന്റെ സർക്കാരും എന്തൊക്കെ സഹായങ്ങൾ ഓരോ ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് പരോളിൽ നിർലോഭം ദിവസങ്ങളോളം പരോളിൽ പോയത്? ഇവർക്ക് എന്താണ് ജയിലിൽ കിട്ടിയ സൗകര്യം? ഇതുകൂടാതെ ഈ കൊലപാതകത്തിൽ പ്രതികളായ പാർട്ടിയിലെ നേതാക്കൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് ഏതൊക്കെ രൂപത്തിൽ പാർട്ടി സഹായം നൽകി? ഈ പറയുന്ന വാടക കൊലയാളികൾക്ക് തന്നെ ആരാണ് വക്കീലിനെ കൊടുത്തത്? ഇതൊക്കെ കേരളം കണ്ടിട്ടുണ്ട്, ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ വിധി വന്ന പശ്ചാത്തലത്തിൽ ആ നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുക തന്നെ വേണം. പക്ഷെ ഹൈക്കോടതി വിധിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയരുത്. എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും സ്മൃതി പരുത്തിക്കാട് എല്ലാ കൊലപാതകങ്ങളിലും എവിടെയാണോ കുറ്റവാളി ഉള്ളത് ആ കുറ്റവാളിയുടെ പാർട്ടി തന്നെയാണ് ഇവർക്ക് അഭിഭാഷകരെ കൊടുക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഇടുക്കിയിലെ കൊലപാതകത്തിനാണെങ്കിലും TP ചന്ദ്രശേഖരന്റെ കാര്യത്തിലാണെങ്കിലും സമ്മതിക്കുന്നു CPM-ആണ് ഈ കൊലപാതകം. CPM-ന്റെ റോൾ അതിനകത്ത് വളരെ പ്രകടമല്ലേ? സംശയക്കാരത്തിന് ഞാനത് നിഷേധിച്ചാൽ അത് അല്ലാതാവൂ? Meet the editors.